പൗലോസ് പറയുകയാണ്, എഫേസ്യർ 5:2 എഴുതിയിരിക്കുകയാണ്, അവിടെ ഓക്ക് ഇൻ ലവ്, സ്നേഹത്തിൽ നടപ്പീൻ. കണ്ടോ, നീ പ്രൈഡിലല്ല നടക്കേണ്ടത്, മറ്റുള്ളവനോടുള്ള ഈഗോയിലല്ല നീ നടക്കേണ്ടത്, വിദ്വേഷത്തിലല്ല നടക്കേണ്ടത്, പകയും വെച്ചോണ്ടല്ല നീ നടക്കേണ്ടത്. ഈ 2026 നീ സ്നേഹത്തിൽ നടക്കുവാൻ കർത്താവ് നിന്നെ അറിയിക്കുക. മിണ്ടാത്ത ആളിനോട് മിണ്ടണം. പക വെച്ചിരിക്കുന്ന വ്യക്തിയോട് ആ പക കർത്താവിന്റെ കയ്യിലേക്ക് കൊടുത്ത് ഫ്രീ ആകണം. ആ സ്നേഹത്തിൽ നടക്കാൻ കഴിയണം. വോക്ക് ഇൻ ലവ്. നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും. നിങ്ങളുടെ സ്പർശനം കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എടുത്ത് കൊടുക്കുന്നത് കൊണ്ട്, ഗിവിങ്, സമ്മാനങ്ങൾ കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് സ്നേഹിക്കാൻ പറ്റും. ഒരാൾക്ക് വേണ്ടി 10 മിനിറ്റ് സമയം ചെലവഴിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അവരെ സ്നേഹിക്കാൻ പറ്റും. നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ മക്കളോട്, നിങ്ങളുടെ കുടുംബാംഗങ്ങളോട്, സഭയോട്, സഹപ്രവർത്തകരോട്. മക്കളെ, നിങ്ങൾ ഒരുപക്ഷെ ഒരു അല്പം ദേഷ്യമുള്ള ഒരാളായിരിക്കാം. പക്ഷെ ആ ദേഷ്യം പോലും നിങ്ങളുടെ അകത്തുനിന്ന് വരേണ്ടത് ആ വ്യക്തിയോടുള്ള വൈരാഗ്യ നിമിത്തമായിരിക്കരുത്, സ്നേഹം നിമിത്തമായിരിക്കണം. യേശു കർത്താവ് ചിലയിടത്തൊക്കെ ദേഷ്യപ്പെട്ടിട്ടുണ്ട്, പെടാതിരുന്നിട്ടില്ല. ആലയത്തിൽ വന്നപ്പോൾ ആ ആലയത്തിൽ ബിസിനസ് ചെയ്യുന്നവരെ, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പ്രാവുകളെ വിൽക്കുക, തെറ്റായ ദൈവത്തെ ആരാധിക്കേണ്ട പ്രാർത്ഥനയുടെ ആലയത്തിൽ മറ്റ് പരിപാടികൾ നടത്തുക, ഇത് കണ്ടപ്പോൾ ഒരു പ്രവചനത്തിന്റെ, ആലയത്തെക്കുറിച്ചുള്ള എരിവ് അവനെ തിന്നുകളഞ്ഞു എന്നുള്ള പ്രവചനത്തിന്റെ നിവൃത്തീകരണത്തിനായി യേശു കർത്താവ് ചാട്ടവാറെടുത്തു. ആ ആലയത്തിലുള്ളവരെ മുഴുവൻ അടിച്ചു. അവരുടെ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അവരുടെ കൗണ്ടറുകളെല്ലാം, ബിസിനസ് കൗണ്ടറുകളെല്ലാം കർത്താവ് മറിച്ചു കളഞ്ഞു. പ്രാവിനെയും പക്ഷികളെയും എല്ലാം കൂട് തുറന്ന് പറത്തി വിട്ടു. അത് അവരോടുള്ള വൈരാഗ്യമായിരുന്നില്ല, അത് ആലയത്തോടും അവനോടുമുള്ള സ്നേഹമായിരുന്നു. എന്താ കാരണം എന്ന് പറയാം. കർത്താവിനറിയാം, ഇവൻ ഇത് ചെയ്താൽ ഇതിന്റെ ജഡ്ജ്മെന്റ് ഇവൻ ഉണ്ടാകും. ഒരമ്മയോ ഒരപ്പനോ മക്കളെ തിരുത്തുന്നത് അവർ നശിക്കാനല്ല, നന്നാവാനാണ്. ആ അമ്മ ദേഷ്യപ്പെട്ട് പോയിരുന്ന് പഠിക്കടാന്ന് പറഞ്ഞത് അവനോടുള്ള വൈരാഗ്യം കൊണ്ടല്ല, 100% അവനോടുള്ള സ്നേഹം കൊണ്ടാണ്. കാരണം നാളുകളിൽ അവന്റെ ഭാവി മനോഹരമാകാൻ വേണ്ടിയാണ്.